Hello friends, welcome to my YouTube channel Haru and Tanu. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രഷർ കുക്കർ ചിക്കൻ കറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ ഒരു സിമ്പിൾ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് പകുതി നാരങ്ങയുടെ നീര് പുരട്ടി അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കറി ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ചിക്കനിൽ കുറച്ച് നാരങ്ങാനീര് പുരട്ടി വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ചിക്കൻ പീസസ് കിട്ടും. നാരങ്ങാനീരിന് പകരമായിട്ട് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്താലും മതിയാകും. അങ്ങനെ ഞാനിവിടെ നാരങ്ങാനീര് പുരട്ടിയ ചിക്കൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാനിത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. കുക്കർ നമുക്ക് ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. ഇത് ഒരു 1 പോട്ട് കറിയാണ്. പ്രഷർ കുക്കറിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കറി പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത്. വേറെ പാത്രങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. കുക്കറിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഏതുതരം റിഫൈൻഡ് ഓയിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഏലക്കായ, 5 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം തക്കോലം എന്നിവ ഒന്ന് ചതച്ച് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഗരം മസാല മിക്സിലുള്ള സ്പൈസസ് ഒക്കെ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി, 15 അല്ലി വെളുത്തുള്ളി എന്നിവ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഗരം മസാല മിക്സും ഒക്കെ എണ്ണയിൽ കിടന്ന് മൂത്തിട്ട് വളരെ നല്ലൊരു മണം വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വീട്ടമ്മമാർക്ക് പ്രഷർ കുക്കറിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ വേറെ പാത്രം കഴുകണ്ട. ഈ ഒരു ഒറ്റ പ്രഷർ കുക്കർ മാത്രം കഴുകിയെടുത്താൽ മതി ഈ ഒരു കറി ഉണ്ടാക്കിയതിന് ശേഷം. അതുമാത്രമല്ല, ചിക്കൻ കറക്റ്റായിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പം പ്രിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഗരം മസാല മിക്സും ഒക്കെ മൂത്തിട്ട് വളരെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 5 സവാള നീളത്തിൽ മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത്രയധികം സവാള ചേർക്കണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകും. നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. അതാണ് നമ്മൾ ഇത്രയധികം സവാള ചേർക്കുന്നത്. സവാള ബ്രൗൺ ഒന്നും ആയി കിട്ടേണ്ട ആവശ്യമില്ല. ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. സവാള ചെറുതായിട്ട് ഒന്ന് വലിഞ്ഞു വരട്ടെ. അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ കുക്കറിൻ്റെ മൂടി തന്നെ വെച്ചിട്ടാണ് അടച്ചു വെക്കുന്നത്. വേറൊരു പാത്രം യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ സവാള ഇവിടെ ആവശ്യത്തിന് വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണ്. ഞാൻ ഇതിലേക്ക് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്, പച്ചമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഈ പച്ചമണം മാറിയത്, എങ്ങനെ അത് മനസ്സിലാവുക എന്നുള്ളത്. നമ്മൾ കുറച്ച് നേരം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു വാസന വരും. ഈ പൊടികളൊക്കെ മൂത്തതായിട്ട് അത് നമുക്ക് മനസ്സിലാകും കേട്ടോ. അങ്ങനെ വാസന വന്നതിന് ശേഷം നമുക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഈ പൊടികളുടെ പച്ച സ്വാദ് ഒട്ടും തന്നെ അറിയില്ല. സാധാരണ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പച്ച സ്വാദ് ഉണ്ടാകും. അത് മാറി കിട്ടാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല അഥവാ ഗരം മസാല പൗഡർ എന്നിവ നമുക്ക് ചേർക്കാം. നമ്മുടെ അടുത്ത് ഗരം മസാലയോ മീറ്റ് മസാലയോ ഏതാണുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന കുരുമുളക് പൊടിയും മസാലപ്പൊടിയും നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് 4 തക്കാളി, 1 പൊട്ടേറ്റോ, 1 പച്ചമുളക് എന്നിവ നീളത്തിൽ മുറിച്ചത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ നാരങ്ങാനീര് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കനിലുള്ള ആ ഒരു ജ്യൂസസ് ഒക്കെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല പിടിച്ചു കിട്ടാനായിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വേവിച്ചെടുക്കാം.
ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് അര ഗ്ലാസ് വെള്ളം കറക്റ്റ് ആയിരിക്കും. കുക്കർ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ, അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ചിക്കനൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മസാലയൊക്കെ കറക്റ്റായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറിയുടെ കളർ കണ്ടോ, നല്ല റെഡ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കൊഴുത്ത ചാറോട് കൂടിയിട്ടുള്ള വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന പ്രഷർ കുക്കർ ചിക്കൻ ഇവിടെ റെഡിയാണ്. പൊട്ടറ്റോ തക്കാളിയൊക്കെ കറക്റ്റായിട്ട് ചിക്കൻ്റെ ചാറിൻ്റെ ഒപ്പം ചേർന്ന് പോയിട്ടുണ്ട്. ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രോയിലർ ചിക്കൻ ആകുമ്പോൾ ഒറ്റ വിസിൽ കറക്റ്റായിരിക്കും. ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.